ഹലോ. അപ്പോൾ ഇന്ന് നമുക്കേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൽച്ചന്തേരി ഫാബ്രിക്സ് കണ്ടാലോ. മൽച്ചന്തേരി ഫാബ്രിക്സ് എംബ്രോയിഡറി വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ അതിന്റെ പ്ലെയിൻ ഫാബ്രിക്സും ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ അങ്ങനെ നമുക്ക് അതുപോലെ സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഐറ്റംസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് നല്ല ഒരു മെഹന്തി ഗ്രീൻ കളർ കണ്ടാലോ. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു മെഹന്തി ഗ്രീൻ ഒക്കെ. അതിൽ നോക്കി അതിന്റെ വർക്ക് കണ്ടോ, നല്ല ഭംഗിയുള്ള വർക്കാണ്. ഒരു ബട്ടർഫ്ലൈ ആൻഡ് അതുപോലെ ഒരു ലീഫ് പോലെ വന്നിരിക്കുന്ന ഒരു വർക്കാണ് പോയിരിക്കുന്നത്. ഫുൾ ത്രെഡ് ആൻഡ് സീക്വൻസ് ആണ് വർക്ക് പോയിരിക്കുന്നത്. നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിന്റെ തന്നെ പ്ലെയിൻ ഫാബ്രിക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ യോക്ക് കൊടുത്തിട്ട് ബാക്കിൽ നമുക്ക് നല്ല ഗ്യാദേഴ്സോ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് അങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു അടിപൊളി ഫാബ്രിക്സ് ആണ് ഇത് കേട്ടോ. ഇത് ഈ എംബ്രോയിഡറി ഫാബ്രിക്കിന്റെ പ്രൈസ് വരുന്നത് 385 ആണ്. അതുപോലെ പ്ലെയിൻ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് 185 ആണ് കേട്ടോ. നോർമൽ വിഡ്ത്ത് ആണ് വരുന്നത് 44 ആണ് ഫാബ്രിക്കിന്റെ വിഡ്ത്ത്. നല്ല കളറാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പല ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ പല ഷെയ്ഡ്സ് കാണിക്കാവേ. അടുത്തത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. നല്ല ഒരു വയലറ്റ് ഷെയ്ഡാണ്. ഇതിന്റെ കളേഴ്സ് ആണ് ഏറ്റവും രസമായിട്ടുള്ളത് കേട്ടോ. എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിലൊക്കെ വരുന്നതാണ്. നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഇതിന്റെ വർക്കും കൂടെ വരുമ്പം ഈ ഡാർക്ക് ഷെയ്ഡിൽ ഇതുപോലത്തെ ഒരു വൈറ്റ് കോംബോ വരുമ്പോഴത്തേനും നല്ല എടുത്ത് നിൽക്കും ആ വർക്ക് കേട്ടോ. അപ്പം ഇതും നോക്കിയ വൈറ്റ് അതുപോലെ പിങ്ക് ഒരു ലൈറ്റ് ഓറഞ്ച് ഗ്രീൻ കോംബോയാണ് വർക്കിൽ അതിന്റെ കളേഴ്സ് വന്നിരിക്കുന്നത്. ഇതിന്റെ നമുക്ക് പ്ലെയിൻ ഫാബ്രിക് അവൈലബിൾ ആണ്. പ്ലെയിനും നമുക്ക് മൽച്ചന്തേരി തന്നെയാണ് വരുന്നത്. 185 ആണ് പ്ലെയിൻ ഫാബ്രിക്സിന്റെ റേറ്റ് വരുന്നത്. അതുപോലെ ഈ എംബ്രോയിഡറി ഫാബ്രിക്സിന്റെ റേറ്റ് വരുന്നത് 385 ആണ്. അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ. നല്ല ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. ഈ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റ് ത്രെഡ് വർക്കാണ് ഫുൾ ഇങ്ങനെ പോയിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് വന്നിരിക്കുന്നത്. അതിലെ വർക്ക് നോക്കി ഇത് നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നമുക്കൊരു പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് അങ്ങനെ ചെയ്യാം. അതുപോലെ നമുക്കൊരു ഏലിയൻ ഫ്രോക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഗ്യാദേഴ്സ് ഇട്ടോ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടൊക്കെ നല്ല ഒരു ടോപ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു ഇതിന്റെ പ്ലെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ, ഇത് നമുക്ക് ബോട്ടം ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഷോൾ ആയിട്ട് നമുക്ക് ദുപ്പട്ടയാക്കി അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിതൊരു 3 പീസ് ആയിട്ടും സെറ്റ് ചെയ്യാന്നാണ്. ബോട്ടവും ദുപ്പട്ടയും നമുക്ക് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്സ് എടുത്തിട്ട് ഇത് നമുക്ക് ടോപ്പായിട്ട് എടുക്കാം. അപ്പൊ നല്ല ഒരു ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫാബ്രിക് ആണിത്. അടുത്തത് നല്ല ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇതിലെല്ലാം തന്നെ കൂടുതലും വന്നിരിക്കുന്നത്. അപ്പം ഇത് നല്ല ഒരു റാണി പിങ്ക് ഷെയ്ഡ് നമുക്ക് മാരേജ് ഫംഗ്ഷൻസ് അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു കളേഴ്സ് ഒക്കെ ഒത്തിരി പോകുന്നതാണ്. അപ്പം അങ്ങനത്തെ പരിപാടിക്കൊക്കെ ചൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ പ്ലെയിൻ ഫാബ്രിക്സും അവൈലബിൾ ആണ്. നമുക്ക് ഈ പ്ലെയിൻ ഫാബ്രിക്സ് വെച്ചിട്ട് ഇത് യോക്കൊക്കെ കുറച്ച് എംബ്രോയിഡറി യോക്ക് ആൻഡ് സ്ലീവ് കൊടുത്ത് ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പം നല്ല ഭംഗിയായിരിക്കും. ആ രീതിയിൽ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണിത്. 385 ആണ് ഈ എംബ്രോയിഡറി ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത്. അതുപോലെ പ്ലെയിൻ ഫാബ്രിക്കിന്റെ റേറ്റ് 185 ആണ്. അടുത്ത നല്ലൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും കളേഴ്സിൽ വന്നതിൽ ആകെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. അത് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതും നമുക്കതിന്റെ പ്ലെയിൻ ഫാബ്രിക്സും അവൈലബിൾ ആണ്. മൽച്ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കളറൊന്നും പോകുന്ന ഒരു പ്രശ്നമുള്ള ഫാബ്രിക് അല്ല. നല്ല ഒരു മെറ്റീരിയലാണ് ഇതും വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഒരിക്കലും വിസ്കോസ് മിക്സ് വരുമ്പം അത് ചില മെറ്റീരിയൽസ് ഇതുണ്ട് ചില പറന്നൊക്കെ നിൽക്കുന്നത്. പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ വർക്ക് നോക്കിയാൽ നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത്. കുട്ടികൾക്കൊക്കെ സ്കേർട്ട് ആൻഡ് ടോപ്പോ ഫ്രോക്ക് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണിത്. അടുത്ത നല്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. നമുക്കിനി ഓണം ഒക്കെ വരുന്നതുകൊണ്ട് ആ ഒരു ടൈമിൽ വരെ നമുക്കിത് എടുക്കാൻ പറ്റുന്നതാണ്. ഓണത്തിനും ഉപയോഗിക്കാം, ഇനി അല്ലാത്ത ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളറാണ്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു വർക്കും കൂടെ അതിൽ വന്നപ്പം അടിപൊളിയാണ്. അതിൻ്റെയും പ്ലെയിൻ ഫാബ്രിക്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇതിനൊരു ക്രേപ്പ് ലൈനിങ് ഒക്കെ കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഫ്രോക്കായിട്ടോ കുർത്തീസ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ മോം ആൻഡ് ഡോട്ടർ കോംബോ അങ്ങനെയും ചെയ്തെടുക്കാവുന്ന ഒരു ഫാബ്രിക്സ് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണിത്. അടുത്തത് നമ്മൾ മൽച്ചന്തേരി തന്നെ വരുന്നതാണ്. നമ്മൾ ഇതുവരെ കാണിച്ചത് ഒരു പാറ്റേണിൽ തന്നെയുള്ള ഒരു വർക്കായിരുന്നു. ഇനി അടുത്ത പാറ്റേൺ ആണ്. മുമ്പേ നമ്മൾ കാണിച്ചതിൻ്റെ അകത്ത് ത്രെഡും സീക്വൻസും കൂടെ വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ഇത് നല്ല ഒരു
ഫ്ലവർ പ്രിന്റ് ത്രെഡാണ് പോയിരിക്കുന്നത് ഫുള്ള്. ഇതിൽ സീക്വൻസ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഫുള്ള് നല്ല വലിയ ഫ്ലവേഴ്സ് ആണ്, ഫ്ലവറും അതിൻ്റെ ലീഫിൻ്റെ പ്രിന്റ് അല്ല ത്രെഡാണ് പോയിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ത്രെഡാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് കുറേ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് പ്ലെയിൻ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമുക്ക് ഒരു നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് ഇതും വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ തന്നെ നമുക്ക് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ വെച്ച് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് സാധാ ഒരു സ്ലിറ്റർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും മതി. ഇത് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പ്ലെയിൻ കൊടുക്കാം. നല്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ഇത്. ഇനി അടുത്തത് നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡ്. ബ്ലാക്ക് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനേ. നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡാണ് പോയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും. അവർക്കൊരു ഇറിറ്റേഷനോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അടുത്തത് നല്ല ഒരു വയലറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ഷെയ്ഡ്സിലാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ ഒരു വർക്കിലുള്ളത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് എല്ലാം തന്നെ. അപ്പം നമുക്കിത് ഓണത്തിനായിട്ടും അല്ലാതെ എല്ലാ ഫംഗ്ഷൻസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫാബ്രിക്സ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. നമുക്കൊരു ക്രേപ്പ് ലൈനിങ് ഒക്കെ കൊടുത്ത് ഇത് സ്റ്റിച്ച് ചെയ്യാതെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഫാബ്രിക്സ് വേണ്ടവർ വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ.